ഒരു നമസ്കാരമൊക്കെ പറഞ്ഞ് തുടങ്ങണമെന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനായിട്ടാണ്, എനിക്ക് 2 ദിവസമായിട്ട് സൗണ്ട് പോലും ഇല്ല. തൊണ്ട അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഇന്നലെ ഒന്നും വീഡിയോ വരാൻ ഇപ്പോഴാണ് ഒന്ന് തുറന്നത്. കുറച്ച് വർക്കിൻ്റെ തിരക്കുണ്ടായത്, കൂടാതെ എനിക്ക് സൗണ്ട് തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ ബ്രോ, ഇന്നത്തെ ആ സംഭവം ഉണ്ടല്ലോ, അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല. കാരണം കോമൺ സെൻസ്, സിവിക് സെൻസ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ ഒരിക്കലും ആ ഫാൻസിനെ ബ്ലെയിം ചെയ്തില്ല. ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ബ്ലെയിം ചെയ്യേണ്ടത് ആ പൊളിറ്റീഷ്യൻസിനെയും ഓർഗനൈസേഴ്സിനെയാണ്. ഓക്കെ, മെസ്സിയുടെ ദ ഗോട്ട് ഇന്ത്യൻ ടൂർ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ ടോപ്പ് 4 സിറ്റികളിലായിട്ട് നടത്തുന്ന ഒരു സംഭവം. അതിൽ ഫസ്റ്റ് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഐക്കോണിക് സ്റ്റേഡിയമായ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടത്താൻ പോകുന്നു. പുള്ളി ആദ്യമേ രാവിലെ 9 മണിക്കും 10 മണിക്കും ഇടയ്ക്ക് ലയണൽ മെസ്സി വന്ന് തൻ്റെ സ്റ്റാച്ചു റിവീൽ ചെയ്യുന്നു. പിന്നീട് സോൾട്ട് ലേക്ക്, പിന്നെ കുറച്ചൊരു ചെറിയ മീറ്റിംഗ് ഇമ്പോർട്ടൻറ്റ് VIPസുമായിട്ട്. പിന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലോട്ട് ഇറങ്ങുന്നു. ഫാൻസിനെ ഗ്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒന്നാമത്തെ കാര്യം ഫാൻസിനെ ഗ്രീറ്റ് ചെയ്യുന്നു. ഒരു ചെറിയ എക്സിബിഷൻ മാച്ച് പ്ലാനിലുണ്ടായിരുന്നു. ചെറിയ യങ്സ്റ്റേഴ്സിന് പുള്ളിയുടെ വക ഒരു കോച്ചിങ് എന്ന് പറയാല്ല, പുള്ളി ചിലപ്പോൾ ഒന്ന് അവരോടൊപ്പം ഒന്ന് റോണ്ടോയിൽ ഏർപ്പെടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു ഇവൻറ്റ്. പുള്ളി പെനൽറ്റീസ് എടുക്കുമെന്നൊക്കെ റിപ്പോർട്ടുകൾ വരും. ചുമ്മാ ഒരു പെനൽറ്റി ഷൂട്ടൗട്ടിലും പുള്ളി പങ്കെടുക്കുമെന്ന് കേട്ടിരുന്നു. സോ ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നു. ബൈ 2 മണി പുള്ളി സോൾട്ട് ലേക്ക് സ്റ്റേഡിയം വിടുന്നു. രാവിലെ എല്ലാം പ്രോപ്പറായിട്ട് സ്റ്റാച്ചു കൺവീലാവുന്നു. 12 മണിക്ക് പുള്ളി സ്റ്റേഡിയത്തിലോട്ട് എത്തുന്നു. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. മേഘാലയ, സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ, നമ്മൾ നോക്കാനായിട്ട് തന്നെ ബംഗ്ലാദേശ്, നേപ്പാൾ, എവിടെ ഈ സറൗണ്ടിങ് കൺട്രീസിൽ നിന്നെല്ലാം ആളുകൾ അവരുടെ വെഡ്ഡിങ് ഹണിമൂൺ വരെ ക്യാൻസൽ ചെയ്ത് വന്നിരിക്കുകയാണ്. ആൻഡ് മുടക്കിയിരിക്കുന്നത് 5000, 15000, 5000 തൊട്ട് 15000, ചിലർ 20000 വരെ മുടക്കി വന്നവരുണ്ട് ഒരു ടിക്കറ്റിന് വേണ്ടി. ഇമാജിൻ ഇറ്റ് ബ്രോ, ഇമാജിൻ ഇറ്റ്. മെസ്സി വരുന്നത് തൻ്റെ ഫാൻസിനെ കാണാനാണ്. സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ കയറുന്നത് ഫാൻസിനെ എന്നാ ചെയ്യാനായിട്ടാണ്, മീറ്റ് ചെയ്യാനായിട്ടാണ്. അഥവാ അവരുടെ ഫ്രണ്ടിൽ പുള്ളിനെ വന്ന് എല്ലാവരെയും കെട്ടിപ്പിടിക്കും, ഷെയ്ക്ക് ഹാൻഡ് ചെയ്യണമെന്നല്ല പറയുന്നത്. അവർക്ക് മെസ്സിനെ കാണണം. പിച്ചിൽ മെസ്സി ഇറങ്ങി അവർക്ക് ഹാൻഡ് വേവ് കൊടുക്കണം. മെസ്സി സംസാരിക്കുന്ന അവർക്ക് കാണണം. ആ ഒരു അരമണിക്കൂർ പിച്ചിൽ അവർക്ക് കാണേണ്ടത് മെസ്സിനെയാണ്. പക്ഷെ ആ പിച്ചിൽ അവർ കണ്ടത് ആരെയാണ്? പൊളിറ്റീഷ്യൻസിനെയും ചുമ്മാ കുറേ ഓർഗനൈസേഴ്സിനെയും ബോഡി ഗാർഡ്സിനെയും. കാരണം മെസ്സിനെ ഇവരങ്ങ് ചുറ്റിയതിന് ശേഷം ഈ ക്യാമറയ്ക്ക് ഫോക്കസ് ചെയ്യുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. മെസ്സിനെ അവരങ്ങ് ചുറ്റിയിരിക്കുകയാണ്. മെസ്സിനെ കണ്ടത് അങ്ങോട്ട് 5-10 സെക്കൻഡാണ് ആ സ്റ്റേഡിയത്തിൽ വന്നവർ. പുള്ളിനെ ലൈവ് ഗ്ലിംസ് ആണ്. ഇവൻ സ്ക്രീനിൽ പോലും കണ്ടത് 5-10 സെക്കൻഡാണെന്നാണ് കേട്ടത്. പ്രോപ്പറായിട്ട് പൊളിറ്റീഷ്യൻസ് ചുറ്റിയിരിക്കുകയാണ്. ബ്രോ, നമ്മൾ അങ്കോളനെ പറയുന്നത്, അങ്കോളയുടെ അവരാണെങ്കിൽ അവരുടെ ആ ഇൻഡിപെൻഡൻസിൻ്റെ ഭാഗമായിട്ട് അർജൻറ്റീനയുടെ ഒരു മാച്ച് അവർ ഓർഗനൈസ് ചെയ്തു ഇതിനും പ്രോപ്പറായിട്ട്. അന്ന് കണ്ടില്ല, അവർ ആ ഒരു മൊമെൻറ്റം കൊടുത്തു. പ്രോപ്പറായിട്ട് ഫാൻസിന് ഫ്രണ്ടിൽ മാച്ച് അവർ എക്സിബിറ്റ് ചെയ്തു. ഇമാജിൻ ബ്രോ, ഇത് ശരിക്കും ഫസ്റ്റ് ഇതിൽ നന്നായി. ഇനി ഹൈദരാബാദിനും മുംബൈയിലും ഡൽഹിയിലൂടെ ഒക്കെ പോകുമ്പോൾ ബെറ്ററായിട്ട് ഓർഗനൈസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഓർഗനൈസേഴ്സ് ഇപ്പോൾ ഇതിന് ശേഷം ഓർഗനൈസേഴ്സിനെ പൊക്കി പ്രോപ്പർ അൺപ്ലാനിങ്ങിൻ്റെ ഇതിൻ്റെ കാര്യത്തിൽ അവർ ഗ്യാരണ്ടി കൊടുത്തിരിക്കുകയാണ്. എല്ലാവർക്കും എമൗണ്ട് തിരിച്ചു കൊടുക്കുന്നു, ടിക്കറ്റിൻ്റെ എമൗണ്ട് തിരിച്ചു കൊടുക്കുന്നു. പക്ഷേ ഉറപ്പാണ്, കുറേ പേർക്ക് കിട്ടത്തില്ല. 100% ഉറപ്പാണ്, എല്ലാവർക്കും ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതിന് എടുത്തു പറയേണ്ട കാര്യം, സോൾട്ട് ലേക്ക് സ്റ്റേഡിയം ഫുള്ള് നശിപ്പിച്ചു. അത് ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യമില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു പ്രോപ്പർട്ടി നശിപ്പിക്കാനായിട്ടുള്ള റൈറ്റ് ആർക്കും ഇല്ല, അത് ഏത് ഇതാണെന്ന് പറഞ്ഞാൽ. സോ അത് 100% അംഗീകരിക്കുന്നൊരു കാര്യമല്ല. സോ മെസ്സി ഇത് നേരത്തെ ഈ ഇവൻറ്റ് വിട്ട് പോകാനായിട്ടുള്ള സെക്യൂരിറ്റി റീസൺസ് എന്നാണ് കേൾക്കുന്നത്. ഒന്നാമത് പുള്ളീനെ നമുക്ക് തന്നെ വീഡിയോ കാണാം. പുള്ളീനെ ഈ പൊളിറ്റീഷ്യൻസും എല്ലാവരും ചുറ്റി വെക്കുകയാണ്. ഓക്കെ ബ്രോ, ഇന്ത്യയുടെ കൾച്ചറോ ഇന്ത്യയിലെ സംഭവങ്ങളെക്കുറിച്ചോ ഒന്നും അവർക്കറിയേണ്ട ആവശ്യമില്ല. ആൻഡ് പുള്ളിക്ക് പേഴ്സണൽ പ്രൊട്ടക്ഷനുള്ള പേഴ്സണൽ ബോഡി ഗാർഡ്സും പുള്ളിയുടെ ടീമുണ്ട്. സോ എന്തെങ്കിലും ഒരു ഡേഞ്ചർ പുള്ളിക്ക് ആവുകയെന്നൊരു ഫീൽ തോന്നിയാൽ ഹി വിൽ ലീവ്. പുള്ളീനെ ആ പിച്ചിലോട്ട് ഇറക്കിയത് ഫാൻസിനെ ഗ്രീറ്റ് ചെയ്യാനാണ്, പൊളിറ്റീഷ്യൻസിനെ ഗ്രീറ്റ് ചെയ്യാനല്ല, ഓർഗനൈസേഴ്സിനെ കെട്ടിപ്പിടിക്കാനല്ല. ഏറ്റവും ഈ പുള്ളീനെ നമുക്കറിയാം റിയലി അൺകംഫർട്ടബിൾ ആക്കുന്നുണ്ടായിരുന്നു. ആ ഫോട്ടോ വീസിങ്, കെട്ടിപ്പിടുത്തം, വലിക്കുന്നു. ആൻഡ് ഏറ്റവും ദേഷ്യം വന്ന കാര്യം, ഒരു പൊളിറ്റീഷ്യൻ മെസ്സി പിച്ചിലെ സൈഡിലോട്ട് നീങ്ങുമ്പോഴേക്കും പുള്ളിനെ ഫോഴ്സ്ഫുള്ളി വലിച്ച് പുള്ളിയുടെ ഫാമിലിയോടൊപ്പം നിർത്തി ഫോട്ടോ എടുപ്പിച്ചു. ഫോഴ്സ് ഉപയോഗിച്ച്. സോ നിങ്ങളൊന്ന് ഓർക്കുക, ലയണൽ മെസ്സി പോലത്തെ വേൾഡ് കണ്ടിട്ടുള്ള ആർഗ്യുബിലി ദ ഗ്രേറ്റസ്റ്റ് പ്ലെയർ, പലരുടെയും ഗോഡ്, ആർഗ്യുബിലി വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പ്ലെയേഴ്സ് ദ വേൾഡ് ഹാസ് എവർ സീൻ. പുള്ളി ലോകം മൊത്തം ചുറ്റി സഞ്ചരിച്ച് ഇങ്ങനെ പോകുന്നതാണ്. അവിടെ ഒന്നും നേരിടാത്ത ഒരു പുള്ളിയുടെ ലൈഫിന് എന്തെങ്കിലും ഒരു ത്രെട്ട് തോന്നി അവരുടെ സെക്യൂരിറ്റി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും. ഇന്ത്യയുടെ ഒരു പൊളിറ്റീഷ്യനാണെന്ന് ഓർക്കണം, ഒരു സാധാരണ മനുഷ്യരുടെ ഒരു പൊളിറ്റീഷ്യനാണെന്ന് ഓർക്കണം.
ഈ പൊളിറ്റീഷ്യൻ ഇതിനു മുമ്പും ഇങ്ങേരാണോ എന്ന് എനിക്കറിയത്തില്ല, അത് സ്ഥിരീകരിച്ചിട്ടില്ല. ചില റിപ്പോർട്ടുകൾ വരുന്നത് അന്ന് സുനിൽ ഛേത്രി ഇഷ്യൂ ഓർമ്മയുണ്ടല്ലോ, മറ്റേ ട്രോഫി, അത് വിട്, അത് ഉറപ്പിച്ചിട്ട് നമുക്ക് പറയാം. പക്ഷേ ഇമാജിൻ ദാറ്റ് ഈ ഒരു പൊളിറ്റീഷ്യൻ ഉണ്ടല്ലോ വലിച്ചു നിർത്തി ഫോട്ടോ എടുപ്പിച്ച്, അങ്ങേർ ഒറ്റ പൈസ കയ്യിൽ നിന്ന് മുടക്കി കാണത്തില്ല. നമ്മൾ ടാക്സ് പേയേഴ്സിൻ്റെ പൈസ മുടക്കിയായിരിക്കും അങ്ങേർ അവിടുത്തെ വന്നതുപോലും, അങ്ങേർ അവിടെ വന്ന പെട്രോൾ അടിച്ച് വന്ന, അതായത് വണ്ടിയിലെ പെട്രോൾ പോലും പുള്ളിയുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കി ആയിരിക്കത്തില്ല അവിടെ വന്നത്. 100% ഉറപ്പാണ്, 100% ഉറപ്പാണ്. സോ മമതാ ബാനർജിയായിട്ടുള്ള മീറ്റിംഗ്, മറ്റേ സ്റ്റേഡിയത്തിൽ അവരോടൊപ്പം ഇത് ഗാംഗുലിയായിട്ടുള്ള ഇത്, ഷാരുഖ് ഖാനെ ഓൾറെഡി മീറ്റ് ചെയ്തു, പക്ഷേ ഒന്നോടെ സ്റ്റേഡിയത്തിൽ ഇവരൊക്കെ ആയിട്ടൊരു സംസാരം, ഒരു പ്ലാൻ ആയിരുന്നു എല്ലാവരെയും അഭിവാദനം ചെയ്യാനായിട്ട്. പക്ഷേ ഈ പൊളിറ്റീഷ്യൻസ് എല്ലാം കയറി കുളവാക്കി. ഈ മെസ്സിയോടുള്ള ആരാധന മാത്രമാണോ അതിനുള്ള റീസൺ? നോ. വേൾഡ് കാണുന്ന ഒരു ഇവൻ്റാണ്, പബ്ലിസിറ്റിയാണ് അനദർ മെയിൻ ഫാക്ടർ ബ്രോ. മെസ്സിയോടുള്ള ആരാധന ഓക്കെ, കിട്ടുന്ന ഒരു ഫോട്ടോ, അതിനോട് കിട്ടുന്ന പബ്ലിസിറ്റി, ടി വിയിൽ നിറഞ്ഞു നിൽക്കുക, അതെല്ലാം ഇവർ മനസ്സിലുണ്ട്. അല്ല, മെസ്സിയോടുള്ള ആരാധന മൂത്ത് മാത്രമല്ല ഈ കയറി പിടിക്കുന്നത്. പക്ഷേ ഇതൊരു പൊളിറ്റീഷ്യനൊക്കെ പിടിച്ച് ഫോഴ്സ്ഫുള്ളി ഫോട്ടോ ഫാമിലിയോടൊപ്പം എടുപ്പിക്കുക. ഹി വിൽ ഫീൽ ത്രട്ടൺ ബ്രോ. മെസ്സി, പുള്ളിക്ക് ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ചൊന്നും അറിയത്തില്ല. അവിടെ ഇന്ത്യയിൽ ഇങ്ങനെയാണ് ആളുകൾ, ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. പുള്ളിയുടെ സെക്യൂരിറ്റി ടീമിന് പുള്ളിയുടെ ലൈഫിന് ഒരു ത്രെട്ട് ഉണ്ടാവുന്നു എന്നൊരു സിനാരിയോ വന്നാൽ ദേ വിൽ ലീവ്. കോമൺ സെൻസ്. ഞാൻ അവിടെ ഫാൻസ് ബഹളം വെച്ചതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ പ്രോപ്പർട്ടി നശിപ്പിച്ചത് ശുദ്ധ തമിഴ്നാട്ടിൽ തന്നെയാണ്, അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ അവിടെ മെസ്സി വന്നത്, ആ സ്റ്റേഡിയത്തിൽ ഇറങ്ങിയത് തൻ്റെ ഫാൻസിനെ ഗ്രീറ്റ് ചെയ്യാനാണ്. ആ ഫാൻസ് അവിടെ വന്നത് മെസ്സി തങ്ങളോട് സംസാരിക്കും, ഒരു ട്രാൻസ്ലേറ്റർ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പുള്ളി സംസാരിക്കുന്ന കേൾക്കാനായിട്ടും. ഒരു പെനൽറ്റി എങ്കിൽ ഒരു പെനൽറ്റി പുള്ളി എടുക്കുന്നത് ലൈവ് കാണാനായിട്ടുമാണ്. അല്ലാതെ ഈ പൊളിറ്റീഷ്യൻസ് മോന്ത കാണാനായിട്ടല്ല അവരിറങ്ങിയിരിക്കുന്നത്. അതാണ് നമുക്ക് ഏറ്റവും ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം. നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഡു യു തിങ്ക് ഇനി ഫ്യൂച്ചറിൽ ഈ ഒരു ഇവന്റ് കണ്ടിട്ട് മെസ്സി തുടങ്ങി ക്രിസ്ത്യാനോ ഇന്ത്യയിലോട്ട് വരാതിരിക്കുവാണ്? ഇതിനപ്പുറത്തെ അവസ്ഥയാവും. ക്രിസ്ത്യാനോ ഇത് കണ്ടിട്ട് ഇനി വരും തോന്നുന്നുണ്ടോ? സിദാൻ ഇത് കണ്ടിട്ട് ഇനി വരും തോന്നുന്നുണ്ടോ? ഏതൊരു പ്ലെയറിനും ഇങ്ങനെ ഒരു ഈവന്റ് ഇനി ഇന്ത്യ വന്ന് നടത്തുമെന്ന് തോന്നുന്നുണ്ടോ? അവർക്ക് പേടിയാണ്. സോ അടുത്ത ഹൈദരാബാദ്, ഡൽഹി, മുംബൈ, ഈ 3 സിറ്റീസിൽ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തില്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിനെ നാണക്കേടാണ്. ഒരു ലെജൻഡറി പ്ലേയേഴ്സും ഇനി ഇന്ത്യയിലോട്ട് ഇങ്ങനത്തെ ഒരു സംഭവത്തിന് വരാതെ വരും. എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ഇവൻറ്റിലുള്ള ഒപ്പീനിയൻ എന്ന് പറയുന്നത്? എനിക്ക് ഈ വീഡിയോ ചെയ്യണമെന്നേ ഇല്ല, ഞാൻ ഓർത്തയില്ല മെസ്സിയുടെ ഇവൻറ്റ് നമുക്ക് കാണാം, അടിച്ച് പൊളിക്കാമെന്ന് ഓർത്തിരുന്നതാണ്. അതിനെക്കുറിച്ച് വൈകിട്ട് ലൈവിലൊക്കെ ജസ്റ്റ് നമ്മൾ എൻജോയ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയാമെന്ന് ഓർത്താണ്. പക്ഷേ നമ്മളെ നാണം കെടുത്തിയ ഒരു മൊമെൻ്റ് തന്നെയായിരുന്നു. നാണം കെടുത്തി. നമ്മൾ ഇന്ത്യൻസ്, നമ്മളിപ്പം നോർത്ത് ഇന്ത്യ അതെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വി ആർ ഇന്ത്യൻസ് ആണ്. നമ്മൾ ഇന്ത്യക്ക് തന്നെ നാണക്കേടാണ്. വി ആർ ഫ്രം ഇന്ത്യ. ഇതിപ്പോൾ ഓൾ ഇന്ത്യക്ക് തന്നെ നാണക്കേടാണ്. അല്ലാതെ പബ്ലിസിറ്റി ചെയ്യാൻ പോകുന്നത് ബംഗാളിലെ പൊളിറ്റീഷ്യൻസ് അത് ചെയ്തു ഇത് ചെയ്തു അങ്ങനെയല്ല വരാൻ പോകുന്നത്. ഇന്ത്യയിൽ ചെന്നു മെസ്സിക്ക് ത്രെട്ട് തോന്നി ഇട്ടിട്ട് പോയി, അങ്ങനെയൊക്കെയുള്ള രീതിയിലെ റിപ്പോർട്ടുകൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ എണ്ണം തള്ളി മറിക്കുന്നുമുണ്ട്. സോ ഭയങ്കര മോശം ഇമേജാണ്. നമുക്ക് ഇപ്പോൾ ഒന്നും പറയാനായിട്ടില്ല. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ തോന്നുന്നുള്ളൊരു ഒപ്പീനിയൻ പറയാം. ഹോപ്പ് സംഭവം എല്ലാം സെറ്റ് ചെയ്തില്ലെങ്കിൽ പണിയാളും. ഇന്ത്യക്ക് ഭയങ്കര മോശം ഇമേജാണിത് വേൾഡ് ഫുട്ബോളിൻ്റെ ഫ്രണ്ടിൽ. ഫുട്ബോളല്ല, ഇൻ പൊളിറ്റിക്കൽ എക്കണോമി, ഫുട്ബോളിൽ മാത്രമല്ല ഇത് ബാധിക്കാൻ പോകുന്നത് അടുത്ത 3 ഇവൻറ്റ് കുളവായാൽ. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പം മറ്റൊരു വീഡിയോ കാണാൻ.